മാംഗല്യം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുകയായിരുന്നു അവൾ. എന്താ ജാൻവി, എന്തുപറ്റി? താനെന്തിനാ വിളിച്ചു കൂവിയത്? ഇതൊരു ഡ്രസ്സ് മാറിയില്ലേ? അവൻ അവൾക്കരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ജഗൻ, അത് കണ്ടോ? ഒരു വേള ജാൻവി കൈ ചൂണ്ടിയിടത്തേക്ക് ജഗന്റെ മിഴികളിൽ നീണ്ടു. കായലിന്റെ നടുവിലാണ് ഹൗസ് ബോട്ട് ഒരെണ്ണം വെള്ളത്തിലേക്ക് ചരിഞ്ഞു കിടക്കുകയാണ്. നിമി നേരം കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ആളുകൾ തുടങ്ങിക്കഴിഞ്ഞു. ബോട്ടിലുണ്ടായിരുന്നവരെയൊക്കെ വലിച്ചു കരയ്ക്ക് കയറ്റുന്നുണ്ട്. ജഗൻ പെട്ടെന്ന് തന്നെ സ്റ്റേഷനെ വിളിച്ചു. അവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസും റെസ്ക്യൂ ടീമും അവിടേക്കെത്തി. ജഗനും അവിടേക്ക് പോയി. ജാനിയെ വിളിച്ചെങ്കിലും അവൾക്ക് പേടി കാരണം പോയിരുന്നില്ല. ജഗൻ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ജാനി ഏറെ നേരം നിന്നു. ജാനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മിഥു ആയിരുന്നു. കുറച്ച് ബിസിയാണ്, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ജാൻവി അപ്പോഴും ബാൽക്കണിയിൽ നിന്ന് തിരികെ കയറാതെ കായലിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. മീഡിയക്കാരും രക്ഷാപ്രവർത്തകരും എല്ലാവരുമായിട്ട് ഒരു വലിയ ജനക്കൂട്ടം അവിടെ രൂപപ്പെട്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? അവൾ ഫോണെടുത്ത് ജഗനെ വിളിച്ചു. ജഗൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇല്ലടോ, യാതൊരു പ്രോബ്ലവുമില്ല. ആ ഹൗസ് ബോട്ടിലാരും ഉണ്ടായിരുന്നില്ല. ബോട്ട് ഓടിച്ചിരുന്ന ആളും പിന്നെ അവരുടെ ഒന്ന് രണ്ട് ഹെൽപ്പേഴ്സും മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും നീന്താൻ അറിയാവുന്ന ആളുകളാ. ജഗൻ പറഞ്ഞത് കേട്ടതും ജാൻവി ആശ്വാസത്തോടെ നെഞ്ചിലേക്ക് കൈവച്ചു. ഓ, ഇപ്പോഴാ സമാധാനമായത്. ഞാനിവിടെ ഇത്ര നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, ജാൻവി പറഞ്ഞു. അപ്പോഴേക്കും അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ജഗൻ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു. ഇനിയെങ്കിലും താൻ അപേക്ഷ ഒന്ന് മാറാമോ? സമയം എത്രയെന്ന് വല്ല വിചാരവുമുണ്ടോ? ജഗൻ പറഞ്ഞപ്പോഴാണ് ജാൻവിയുടെ മിഴികൾ ക്ലോക്കിലേക്ക് നീണ്ടത്. സമയം ഏകദേശം 10 മണിയോടടുത്തിരിക്കുന്നു. അവൾ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് ചെന്നു. ശേഷം ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് കിടക്കയിലേക്ക് വന്ന് കിടന്നു. എന്തോ ജാൻവിക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് താന് ആ ബുക്ക് വായിച്ചതുകൊണ്ടാവുമോ എന്ന് അവൾ ഓർത്തു. ഒരാവശ്യവുമില്ലായിരുന്നു. കണ്ണിൽ കണ്ട കുറ്റാന്വേഷണ ബുക്കൊക്കെ വായിച്ചിട്ട് ഉള്ള സമാധാനം കൂടി പോയി. ഇതൊന്നും തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കുറച്ചുകൂടി മനക്കെട്ടിയുള്ള ജഗനെപ്പോലെയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ജാൻവി ചിരിയോടെ മനസ്സിലോർത്തു. അതേസമയം തന്നെയാണ് ഹോളിലിരുന്ന ആരോടോ ഫോണിൽ സംസാരിച്ച ശേഷം ജഗൻ അകത്തേക്ക് കയറി വന്നതും. എന്താണ് തനിച്ചിരുന്നൊരു ചിരിയൊക്കെ? കിളി പോയോ? അവൻ പതിയെ ചോദിച്ചു. ജാൻവി കണ്ണുകൂർപ്പിച്ച് അവനെ നോക്കി. എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ജഗൻ അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേർക്ക് കൈ തൊഴുതുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു കിടന്നു. അധിക സമയം എടുക്കാതെ തന്നെ ഇരുവരും നിദ്രയെ പുൽകി. നല്ല ഉറക്കത്തിലായിരുന്നു ജാൻവി. അത്ര തിരക്കില്ലാത്തൊരു രാത്രി. ജഗൻ ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് എതിരെ വന്നൊരു ലോറി അവനെ ഇടിച്ച് തെറിപ്പിച്ചത്. ഇരുട്ടായതുകൊണ്ട് അല്പം ദൂരേക്ക് മാറി തെറിച്ചു വീണ് ജഗൻ. അവൻ്റെ മുഖത്തും യൂണിഫോമിലും രക്തം പടർന്നൊഴുകി. അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഏറെ നേരം ആ റോഡരികെ കിടന്നു. പിറ്റേന്ന് പുലർക്കാലത്ത് എപ്പോഴോ ആ വഴി വന്ന യാത്രക്കാരാണ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏറെ വൈകിപ്പോയിരുന്നപ്പോഴേക്കും ജാൻവി കാര്യങ്ങളറിഞ്ഞതും അലച്ചു തല്ലി ആശുപത്രിയിലേക്ക് ഓടി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ICUവിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇരുന്നു. അപ്പോഴാണ് ഒരു ഡോക്ടർ പുറത്തേക്കിറങ്ങി വന്നത്. ജഗന്റെ ആരാണുള്ളത്? അയാൾ ചോദിച്ചതും ജാൻവി പെട്ടെന്ന് ഡോക്ടർക്കരികിലേക്ക് ചെന്നു. അവൾക്ക് പിന്നാലെ കോവിലകത്തുള്ള ഓരോരുത്തരും നിരന്നു നിൽക്കുന്നുണ്ട്. എല്ലാവരും അവളെപ്പോലെ തന്നെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് നിൽക്കുന്നത്. സോറി, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു. ഡോക്ടറുടെ നാവിൽ നിന്നും വീണ ആ വാക്കുകൾ ജാൻവിക്ക് സമനില നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവൾ ഉറക്കെ അലറി. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. ജഗൻ നോക്കുമ്പോൾ കൈ രണ്ടും കൊണ്ട് ചെവി പൊത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ബെഡിൽ എഴുന്നേറ്റിരിക്കുവാണ് ജാൻവി. എന്താടോ, എന്തു പറ്റി? ഇതിനോടകം തന്നെ ജഗന് മനസ്സിലായിരുന്നു അവൾ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണെന്ന്. ജാൻവി, നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. ജഗൻ പതിയെ അവളെ തട്ടി വിളിച്ചതും ജാൻവി മറ്റൊന്നും ചിന്തിക്കാതെ അവനെ ഇറുക്കിപ്പുണർന്നുകൊണ്ട് അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി ആർത്താർത്ത് കരഞ്ഞു. എന്താടോ പറ്റിയത്? താൻ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ജാൻവി പതിയെ നേർത്ത രീതിയിൽ ഒന്നും മൂളി. കൊള്ളാം, ഇതിനാണോ ഇങ്ങനെ കരഞ്ഞ് ഒച്ച വെച്ചത്? അതെങ്ങനെയാ? ഈ കണ്ട ബുക്കും അതും ഇതും എല്ലാം വായിച്ചു കൂട്ടിയല്ലേ കിടന്നുറങ്ങുന്നത്? സാരില്ല, മനുഷ്യരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങളൊക്കെ കാണും. അതൊക്കെ നോർമലാണ്. പിന്നെ
നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കണമെന്നൊന്നുമില്ല. തൽക്കാലം താൻ എന്താ കണ്ടതെന്ന് ഞാൻ ചോദിക്കാനും നിൽക്കുന്നില്ല. അതൊക്കെ തന്റെ പ്രൈവസിയാ. അതുകൊണ്ട് ഇനി അതേപ്പറ്റി ചിന്തിക്കാതെ താൻ കിടന്നുറങ്ങുക. പതിയെ സാവധാനം കിടന്നു. ജഗൻ പറഞ്ഞപ്പോൾ ജാൻവി പതിയെ കിടക്കയിലേക്ക് കിടന്നു. ചുരുണ്ടു കൂടി കൈ രണ്ടും കവിളിനടിയിലേക്ക് വെച്ച് മുറിയുടെ ഒരു കോണിലേക്ക് തന്നെ നോക്കിയാണ് അവളുടെ കിടപ്പ്. ജഗൻ ലൈറ്റ് ഓഫ് ചെയ്തതും ജാൻവി തിരിഞ്ഞ് അവനെ നോക്കി. ജഗൻ, പ്ലീസ് ലൈറ്റ് ഇടാമോ? അവനൊന്നും പറഞ്ഞില്ല. പകരം ലൈറ്റ് ഓൺ ചെയ്തിട്ട് അവൾ കരിയിലേക്ക് വന്ന് കിടന്നു. മെല്ലെ കൈകൊണ്ട് തട്ടി അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ ഉറക്കാൻ ശ്രമിച്ചു. ഏകദേശം പുലർച്ചെയാകാറായപ്പോഴാണ് ജാൻവി പിന്നെ ഒന്ന് ഉറങ്ങിയത്. അതുവരെ അവൾ കണ്ട സ്വപ്നത്തിന്റെ ഞെട്ടലിൽ അങ്ങനെ കിടന്നു. കഴുത്തിലെ കുഞ്ഞു മാലയുടെ തുഞ്ചത്ത് കിടന്ന താലിയെടുത്ത് ഉള്ളം കൈയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ജാൻവി കണ്ണുകൾ അടച്ചു. അവളുടെ കണ്ണീർ വീണു. ആ തലയിണ കുതിർന്നു. തലേന്ന് വൈകി ഉറങ്ങിയതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ അവർ ഉണരാൻ ഒരുപാട് താമസിച്ചു. ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് ഉറക്കത്തിന്ന് അവരിരുവരെ ഉണർത്തിയത്. ജഗൻ എഴുന്നേറ്റുകൊണ്ട് കാൽക്കീഴിൽ കിടന്ന പുതപ്പ് വകഞ്ഞു മാറ്റി ആരാണെന്ന് നോക്കാനായി പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ തന്നെ ജാനിയും കണ്ണും തിരുമ്മി എഴുന്നേറ്റു. മുട്ടിനും നന്നേ മുകളിൽ നിൽക്കുന്ന ഒരു ഷോർട്ട്സും അത്യാവശ്യം നന്നായി ഇറുകിയ ഒരു ടീഷർട്ടുമായിരുന്നു ജാൻവിയുടെ വേഷം. അഴിഞ്ഞൊളിഞ്ഞ മുടിയെല്ലാം ഭാര്യ ഉച്ചയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവൾ ഹോളിലേക്ക് ചെന്നു. വാതി തുറന്ന ജഗൻ കാണുന്നത് പാർവതിയെയും രാമനാഥനെയുമാണ്. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് ഐശ്വര്യത്തോടെ മുന്നിൽ നിൽക്കുകയാണ് പാർവതി. അവരുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എന്തോ ആദ്യം അമ്മയെ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു നീരസം തോന്നിയെങ്കിലും അവരുടെ ചിരിയിൽ അതൊക്കെ ഇല്ലാതായി മാറി. അകത്തേക്ക് വാ, അവൻ അവരിരുവരെയും ക്ഷണിച്ചു. അതേസമയം തന്നെയാണ് രാമനാഥന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ജഗൻ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അയാൾ ഇടനാഴിയിലേക്ക് തന്നെ നടന്നു. പാർവതി അകത്തേക്ക് കയറി. ആരാ ജഗൻ വന്നത്? അതും ചോദിച്ചുകൊണ്ട് ജാൻവി ഹോളിലേക്ക് വന്നു. പാർവതിയുടെ കണ്ണുകൾ ജാൻവിയെ ഒന്നാകെ ഒഴിഞ്ഞു. നന്നേ ഇറക്കം കുറഞ്ഞ ഡ്രസ്സിൽ അവളെ കണ്ടതും അവരുടെ മുഖം വീണ്ടും ചുളിഞ്ഞു. ആ, ആന്റിയാണോ വന്നത്? എന്താ ആന്റി ഇത്ര രാവിലെ? ജാൻവി പെട്ടെന്നൊന്നും ചിന്തിക്കാതെ ചോദിച്ചതും ജഗന്റെ കണ്ണുകൾ അറിയാതെ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം ഏകദേശം 10 മണിയോട് അടുക്കാറായിരുന്നു. അതുകൊള്ളാം, സമയം എന്തായെന്നൊന്നും വലിയ ധാരണയില്ലല്ലേ? മണി 10 പോകുന്നു. ഇതാണോ നിങ്ങളുടെ രാവിലെ? പാർവതി മനസ്സിൽ തോന്നിയ അമർഷത്തോടെ തന്നെ ചോദിച്ചു. അപ്പോഴാണ് ജാൻവിയും അത് ശ്രദ്ധിക്കുന്നത്. അത് പിന്നെ അമ്മേ, ഇന്നലെ ഞങ്ങൾ ഉറങ്ങാൻ അല്പം വൈകി. അതുകൊണ്ട് ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. മാത്രമല്ല, ഇന്നെനിക്ക് ഡ്യൂട്ടിക്കും പോകണ്ട. നിനക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇവിടെ? കോവിലകത്തായിരുന്നപ്പോൾ കുറച്ച് ചിട്ടയും ശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാ. അതൊക്കെ തെറ്റിയോ? പാർവതി എടുത്തു ചോദിച്ചതും ജാൻവി വല്ലാത്തൊരു ഭാവത്തിൽ ജഗനെ നോക്കി. ആന്റി ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. അതും പറഞ്ഞുകൊണ്ട് ജാൻവി അകത്തേക്ക് കയറി. അവൾ വേഗം തന്നെ കബോർഡിൽ നിന്ന് ഒരു ലോങ് സ്കേർട്ടും അതിനു മുകളിൽ ഒരു ടീഷർട്ടും എടുത്തിട്ടുകൊണ്ട് മുഖമൊക്കെ കഴുകി ഫ്രഷായി ഹോളിലേക്ക് വന്നു. ആന്റിക്ക് കോഫി എടുക്കട്ടെ? ജാൻവി ചോദിച്ചപ്പോൾ പാർവതി ഒന്നും മൂളി. ജാൻവി അടുക്കളയിലേക്ക് നടന്നു. അവളുടെ കൈ ഇന്നലെ പൊള്ളിയതുകൊണ്ട് തന്നെ ജഗൻ പതിയെ അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് പോയി. ഞാനുണ്ടാക്കട്ടെ കോഫി? തന്റെ കൈ ഇന്നലെ പൊള്ളിയതല്ലേ? ജഗൻ ചോദിച്ചതും ജാൻവി പതിയെ സൈഡിലേക്ക് നീങ്ങി നിന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പാനിലേക്ക് ഒഴിക്കുന്ന കണ്ട് പാർവതി അടുക്കളയിലേക്ക് വരുന്നത്. ആഹാ, ഇവിടെ വെപ്പൊക്കെ നീയാണോ? പാർവതി എന്തോ അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചതും ജഗന്റെ മുഖം ചുളിഞ്ഞുപോയി. അതെന്താമ്മേ അങ്ങനെ ചോദിച്ചത്? അല്ല, കോവിലകത്ത് വെച്ച് എല്ലാ സമയാസമയം മുമ്പിൽ കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് എന്റെ മോനെ പാടൊന്നും അറിയില്ലായിരുന്നല്ലോ. പാർവതി അത് പറഞ്ഞതും ജഗന് വല്ലാത്ത ദേഷ്യം തോന്നി. അതിന് കോവിലകത്ത് ജോലിക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഒരു ജോലിക്കാരിയെ വെക്കാന്ന് വെച്ചാൽ 2 പേർക്കുള്ള ജോലി ചെയ്യാൻ എന്തിനാ മൂന്നാമതൊരാള്? അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാകും പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു പോകും. ജഗൻ അത്ര താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അതിന് കുട്ടിക്ക് കുക്കിംഗ് ഒന്നും വശമില്ലല്ലോ, പിന്നെങ്ങനെ ചോറും കറിയൊക്കെ വെക്കും? പാർവതി വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ചോദ്യങ്ങളൊന്നൊന്നായി ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനെന്തിനാണ് അവൾ അറിയണമെന്ന് അമ്മ നിർബന്ധം പിടിക്കുന്നത്? എനിക്കറിയാലോ കുക്കിംഗ് ഒക്കെ. അതുകൊള്ളാം, ജോലിക്ക് പോകുന്ന നീയാ
ഇവിടെ ചോറും കറിയും വെച്ചിട്ടാണോ ഇറങ്ങുന്നേ? അപ്പൊ പിന്നെ അവൾക്ക് പഠിക്കാൻ പോകണ്ടേ? എന്നെ കൊണ്ടാകും പോലെ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ജഗന്റെ ആ വാക്കുകളിൽ പാർവതി വല്ലാത്തൊരു ആമർഷം സൃഷ്ടിച്ചുവെങ്കിലും തൽക്കാലം അവരൊന്നും തന്നെ മിണ്ടിയില്ല. സംയമനം പാലിച്ച് അങ്ങനെ തന്നെ നിന്നു. അപ്പോഴേക്കും ജഗൻ 4 പേർക്കുമുള്ള കോഫി ഉണ്ടാക്കി ട്രെയിലേക്ക് വെച്ചു. ജാൻവി അതും എടുത്തുകൊണ്ട് ഹോളിലേക്ക് വന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. അപ്പൊ ഈ നേരായിട്ടും നിങ്ങളൊന്നും കഴിച്ചില്ലേ? പാർവതി ജാൻവിയോടായി ചോദിച്ചു. ഇല്ല ആന്റി, ഞങ്ങൾ കുറച്ചു മുന്നേ എഴുന്നേറ്റത്. ഇനിയിപ്പോ എന്ത് കഴിക്കും? ദോശയ്ക്കുള്ള മാവ് വല്ലതും ഫ്രിഡ്ജിലുണ്ടോ? പാർവതി ചോദിച്ചതും ജാൻവി ജഗനെ നോക്കി. ഇല്ല ആന്റി, ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കും. അത് കേട്ടതും പാർവതിയുടെ മുഖം ചുളിഞ്ഞു. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രാമനാഥൻ അകത്തേക്ക് കയറിയിരുന്നു. അങ്കിൾ വരൂ, ഒന്ന് കോഫി കുടിക്കൂ. ജാൻവി രാമനാഥനെ അകത്തേക്ക് ക്ഷണിച്ചു. ജഗനുണ്ടാക്കിയ കോഫി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർവതി. പതിയെ അവർ വിഷയത്തിലേക്ക് വന്നു. ജഗൻ, എന്താണ് നിന്റെ മനസ്സിലെ പ്ലാന്? കോവിലകത്തേക്ക് തിരികെ മടങ്ങി വരണമെന്നൊന്നും ഇല്ലേ നിനക്ക്? ഇതിപ്പോ എത്ര നാളായി നീ ഇവളെയും കൊണ്ട് അവിടം വിട്ടു പോന്നിട്ട്? അമ്മ ഇങ്ങനെ കാര്യമറിയാതെ സംസാരിക്കരുത്. ഞങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? വെറുതെ ഞങ്ങളായിട്ട് ഒരു വിഷയം ഉണ്ടാക്കി വന്നതല്ലല്ലോ. ജഗൻ, ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു തീർത്തതല്ലേ? പിന്നെയും നീ ഇവളും സുഗന്ധിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നതുകൊണ്ടല്ലേ? നിങ്ങളെന്താ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? സുഗന്ധിയെ മകളെയും ഇനി മേലിൽ ആ വീടിന്റെ പടി കയറ്റില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നതാണ്. പിന്നെയും വെറുതെ എന്തിനാ ഇങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്തത്? പാർവതി എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഉള്ളിലെ അമർഷം മറന്നുകളയാൻ കൂട്ടാക്കാതെ ജഗനോട് പറഞ്ഞു. കുട്ടി, നീയെങ്കിലും ഒന്ന് ചിന്തിക്ക്. നിങ്ങൾ ചെറുപ്പമാണ്. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒപ്പം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടവരല്ലേ? എന്തിനാണ് ഇങ്ങനെ വീടും കോവിലകവും ഒക്കെ വിട്ട് മാറി ഒരിടത്ത് നിൽക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ജാൻവിയെ നോക്കി പാർവതി അതീവ സ്നേഹത്തോടെ ചോദിച്ചതും ഒരു നിമിഷം ജാനിക്ക് ഉത്തരവില്ലാതായി. ആന്റി, ഞാൻ 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 പറയാൻ ജഗനോട്. വിക്കലോടെ ജാൻവി അത് പറഞ്ഞതും ജഗന്റെ രൂക്ഷമായ നോട്ടം അവൾക്ക് നേർക്ക് നീണ്ടു. താൻ എന്തു പറയാമെന്നാണ് പറയുന്നത്? ഇനി ആരെന്തു പറഞ്ഞാലും ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. സുഗന്ധിക്കെതിരെ ആക്ഷൻ എടുക്കാന്ന് കോവിലകത്തിൽ നിന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും കോവിലകത്തേക്ക് മടങ്ങി വരത്തില്ല. അതല്ല, ജാൻവിക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ജാൻവി പോയിക്കോളൂ. പക്ഷെ ജഗനെ പ്രതീക്ഷിക്കണ്ട. ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിച്ചിട്ടായിരിക്കണം പോകുന്നത്. ജഗൻ പറഞ്ഞതും ജാൻവി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ ആ സംസാരം അല്പം കടന്നുപോയി എന്ന് പാർവതിക്കും തോന്നി. പാർവതിയും ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ജാൻവിയോട് സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടി കൂടിയാണ് ജഗൻ അവളോട് അല്പം കർക്കശമായി അങ്ങനെ തന്നെ പറഞ്ഞത്. അല്ലാതെ അവന് ജാൻവിയോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. ജഗൻ, ഇനിയും നിന്നെ പിരിഞ്ഞു നിൽക്കാൻ അമ്മയ്ക്ക് വയ്യ. പാർവതി അവസാനം ഇമോഷണലായി. അമ്മേ, കോവിലകവുമായി പൂർണ്ണമായും വിട്ടു നിൽക്കുകയല്ല ഞങ്ങൾ. പിന്നെ അന്നങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്തോ ഇതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അവിടെ എന്താവശ്യമുണ്ടെങ്കിലും ഉറപ്പായും ഞങ്ങൾ വരും. അതുകൊണ്ട് അമ്മ തൽക്കാലം അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ജാൻവി, ഒരു ഗ്ലാസ് വെള്ളം തരാമോ? പാർവതി ചോദിച്ചതും ജാൻവി ഡൈനിങ് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തിയെടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പാർവതി അത് തടഞ്ഞു. എനിക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം വേണമായിരുന്നു. അതിനെന്താ ആന്റി, ഇപ്പൊ കൊണ്ടുവരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാൻവി അടുക്കളയിലേക്ക് നടന്നതും പാർവതി അവൾ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് ജഗന് നേർക്ക് ഒരു നോട്ടം അയച്ചു. നോക്ക് ജഗൻ, നിന്റെ ഈ ധാഷ്ട്യൊന്നും എന്നോട് വേണ്ട. പിന്നെ ആ കുട്ടി നിന്നുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറയാതിരുന്നത്. അവളത്ര പാവമൊന്നുമല്ലെന്ന് എനിക്കറിയാം. കൂടെ കൂടി എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകനെ അടർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചവളാണ്. അതുകൊണ്ട് നോക്ക്, എത്രയും പെട്ടെന്ന് രണ്ടുപേരും കോവിലകത്തേക്ക് മടങ്ങി വന്നിരിക്കണം. അപേക്ഷിക്കുകയല്ല, ഞാൻ ആജ്ഞാപിക്കുകയാണ്. ഇനി അഥവാ അങ്ങനെ വരുന്നില്ല എന്നാണെങ്കിൽ എന്നേക്കുമായിട്ട് ഈ അച്ഛനെയും അമ്മയും മറന്നു കളഞ്ഞേക്ക്. അതും പറഞ്ഞുകൊണ്ട് പാർവതി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. വരൂ രാമേട്ടാ, നമുക്ക് പോകാം.
ജാൻവി അപ്പോഴേക്കും തണുത്ത വെള്ളവുമായി വന്നു. ജാൻവി അത് പാർവതിക്ക് നേർക്ക് നീട്ടിയതും അവരതിൽ നിന്നും വാങ്ങി ഒരു കവിൾ കുടിച്ച് ഗ്ലാസ് തിരികെ അവളുടെ കയ്യിൽ കൊടുത്തു. ആന്റിയൊക്കെ പോവാണോ? ജാൻവി ചോദിച്ചതും പാർവതി ഒന്നും മൂളിക്കൊണ്ട് അവരിരുവരെയും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജഗൻ ഡോറടിച്ച് ഹോളിലേക്ക് വന്നു. എന്തോ പാർവതിയുടെ ആ വരവും അവരുടെ പെരുമാറ്റവും ജാൻവിക്ക് അല്പം സ്ട്രേഞ്ചായി തോന്നി. ജഗൻ, അമ്മ ഓക്കെ അല്ലേ? അവൾ അവനോട് ചോദിച്ചു. അതെ, എന്താടോ? അമ്മയ്ക്ക് പിന്നെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുന്നതിൻ്റെ ചെറിയ ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. താനതൊന്നും കാര്യമാക്കണ്ട. അമ്മ പറഞ്ഞതെന്തെങ്കിലും തനിക്ക് ഫീലായെങ്കിൽ ഞാൻ തന്നോട് സോറി ചോദിക്കുന്നു. ഏയ്, അതെന്തിനാ ജഗൻ? എനിക്കറിയാവുന്നതല്ലേ. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇന്ന് തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തതല്ലേ നമ്മൾ? അതിനിന്ന് സാറ്റർഡേ അല്ലേ? ജഗൻ ഇന്ന് ഹാഫ് ഡേ ലീവാണെന്ന് മാത്രമല്ലേ എന്നോട് പറഞ്ഞോളൂ. ആ, ഞാൻ ഇന്നൊരു ദിവസം ലീവാക്കി. നമുക്കെന്തായാലും ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. നാളെ എന്നിട്ട് നമുക്ക് പുറത്ത് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാം. വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെയും അങ്ങനെ എവിടേക്കും പോയിട്ടില്ലല്ലോ. ജഗൻ പറഞ്ഞതും ജാൻവിക്ക് സന്തോഷം തോന്നി. ഓക്കെ ജഗൻ, ഞാൻ എന്തായാലും തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എന്നിട്ട് തൻ്റെ അച്ഛനെ വിളിച്ച് നമ്മൾ ഇന്ന് അവിടേക്ക് വരുമെന്നും പറയാം. അതിനുശേഷം നമുക്ക് തൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാം. ജാൻവി ഒന്നും മൂളിക്കൊണ്ട് ടേബിളിന് മുകളിൽ പാതി കുടിച്ചു വെച്ച അവളുടെ കോഫിക്കോപ്പും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്നലെ നടന്ന അപകടത്തിന്റെ അവശേഷിപ്പുകളൊന്നും തന്നെയില്ല. പഴയതുപോലെ തന്നെ ബോട്ടുകൾ ഓരോന്നും വെള്ളത്തിലൂടെ തെന്നി നീങ്ങി പോകുന്നുണ്ട്. ഓളപ്പരപ്പിലെ ചെറുവള്ളങ്ങളിലേക്ക് മിഴികൾ അയച്ച് വെറുതെ നിന്ന് ജാൻവി. ജഗൻ പിന്നിലൂടെ വന്ന് അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും ആ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തന്നിട്ടേ പോകാവുള്ളേ. അതുപോലെ തന്നെ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.